ധവളപത്രം തയ്യാറാക്കുന്നതിൽ സുപ്രധാന വിവരങ്ങളുടെ ചോർച്ച നടന്നതായി ആരോപണം. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനേകം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. ധവളപത്രം പുറത്തിറങ്ങിയതുമായി ബന്ധപ്പെട്ട UDF സർക്കാരിനെതിരെ ഗുരുതര ആരോപണവുമായി മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്. സർക്കാരിന്റെ ധനസ്ഥിതിയെക്കുറിച്ചുള്ള ധവളപത്രത്തിലെ ഭൂരിഭാഗം ഭാഗങ്ങളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് തയ്യാറാക്കിയതാണെന്ന് തോമസ് ഐസക് ആരോപിച്ചു. 195 പേജുള്ള രേഖ ഒരാഴ്ചയിൽ താഴെ സമയം കൊണ്ട് തയ്യാറാക്കിയതിലുള്ള അസ്വാഭാവികത പരിശോധിച്ചപ്പോഴാണ് ഇക്കാര്യം വ്യക്തമായതെന്ന് അദ്ദേഹം പറഞ്ഞു. ധനവകുപ്പിലെ സീക്രട്ട് സെക്ഷനിലെ അതീവ രഹസ്യമായ ഡേറ്റകൾ എടുത്തതായി അദ്ദേഹം പറഞ്ഞു. ഈ രേഖകൾ AI പ്ലാറ്റ്ഫോമുകൾക്ക് നൽകിയാണ് വിശകലനം നടത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ സെൻസിറ്റീവ് ഡേറ്റ LLMകളിൽ നൽകുന്നത് സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെയും മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമാണെന്നും തോമസ് ഐസക് ചൂണ്ടിക്കാട്ടി. ആദിവാസി ഗോത്ര വിഭാഗത്തിൽപ്പെട്ട മെന്റർ അധ്യാപകരെ UDF സർക്കാർ പിരിച്ചുവിട്ട നടപടി കടുത്ത അന്യായമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ആദിവാസി വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് തടയുന്നതിനും പഠന പിന്തുണ നൽകുന്നതിനുമാണ് LDF സർക്കാർ മെന്റർ അധ്യാപകരെ നിയമിച്ചത്. വയനാട്, പാലക്കാട്, മലപ്പുറം ജില്ലകളിലായി ജോലി ചെയ്യുന്ന 308 അധ്യാപകരെയാണ് ഇപ്പോൾ UDF സർക്കാർ പിരിച്ചുവിട്ടത്. പ്രക്ഷോഭത്തിലുള്ള അധ്യാപകരുടെ ന്യായമായ ആവശ്യം അംഗീകരിച്ച് ജോലിയിൽ തിരിച്ചെടുക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും പ്രതിപക്ഷ നേതാവ് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. നെടുമങ്ങാട് നടന്ന 1.5 വയസ്സുകാരന്റെ കൊലപാതകത്തിൽ പ്രതികളായ അമ്മ അഖിലയെയും വളർത്തച്ഛൻ അഷ്കറെയും 2 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. നെടുമങ്ങാട് SST സ്പെഷ്യൽ കോടതിയാണ് പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യൽ ആവശ്യപ്പെട്ട പോലീസ് അഭ്യർത്ഥനയെ തുടർന്ന് കസ്റ്റഡിയിൽ വിട്ടത്. കുഞ്ഞിനെ ഉപദ്രവിക്കാൻ ഉപയോഗിച്ച വസ്തുക്കൾ കണ്ടെത്തണമെന്നും DYSP അന്വേഷണം ഏറ്റെടുത്തിട്ടേയുള്ളൂ എന്നതിനാൽ കൂടുതൽ ചോദ്യം ചെയ്യൽ അനിവാര്യമെന്നും പോലീസ് അറിയിച്ചു. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നതിനിടയിൽ പ്രളയ സാധ്യത മുന്നറിയിപ്പ് പുറപ്പെടുവിച്ച് കേന്ദ്ര ജല കമ്മീഷൻ. പ്രളയ ഭീഷണി മുന്നിൽ കണ്ട് 2 നദികൾക്ക് കമ്മീഷൻ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്തെ കരമനയാർ, പത്തനംതിട്ടയിലെ മണിമല നദികളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. ഈ നദികളിൽ ഇറങ്ങാനോ മുറിച്ചു കടക്കാനോ പാടില്ലെന്ന് മുന്നറിയിപ്പുണ്ട്. നദീതീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്നും പ്രളയ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് ജനങ്ങൾ മാറി താമസിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ബന്ധു നിയമനത്തെ ചൊല്ലി ലോയേഴ്സ് കോൺഗ്രസിൽ പൊട്ടിത്തെറി. സർക്കാർ അഭിഭാഷക പട്ടികയിൽ ബന്ധുക്കളെയും ഇഷ്ടക്കാരെയും തിരികെ കയറ്റിയെന്നാണ് ആക്ഷേപം. കോൺഗ്രസ് നേതാവ് ജോസഫ് വാഴക്കന്റെ മകളെ ഗവൺമെന്റ് പ്ലീഡറായി നിയമിച്ചതിനെതിരെ ലോയേഴ്സ് കോൺഗ്രസ് പ്രതിഷേധം അറിയിച്ചു. ഇഷ്ടക്കാരെയും സർക്കാർ അനുഭാവികളുടെ മക്കളെയും ഉൾക്കൊള്ളിച്ചുള്ള പട്ടിക അംഗീകരിക്കില്ലെന്നാണ് ലോയേഴ്സ് കോൺഗ്രസിന്റെ നിലപാട്. നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിത വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു. മെമ്മറി കാർഡ് പരിശോധനയിൽ പുനരന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി നൽകിയിരിക്കുന്നത്. അട്ടിമറി അന്വേഷിക്കാൻ SIT രൂപീകരിക്കണമെന്നും അന്വേഷണത്തിന് SITയെ നിയോഗിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മണിപ്പൂരിൽ കൂക്കി ഗ്രാമത്തിലുണ്ടായ ആക്രമണത്തിൽ 3 പേർ മരിച്ചു. കാങ്പോപ്പി ജില്ലയിലെ ലോയ്ബോൾ ഹുള്ളർ എന്ന ഗ്രാമത്തിൽ വെള്ളിയാഴ്ച രാവിലെയാണ് സംഭവം. തോക്കുധാരികളായ അജ്ഞാത സംഘമാണ് ആക്രമണം നടത്തിയതെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. കൊലയ്ക്ക് പിന്നാലെ അക്രമകാരികൾ പ്രദേശത്തെ 7 വീടുകൾക്ക് തീയിടുകയും ചെയ്തു. ആക്രമണത്തിന് പിന്നിൽ നാഗ സായുധ സംഘമാണെന്ന് കൂക്കി വിഭാഗം ആരോപിച്ചു. എന്നാൽ പോലീസ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. BJP വിട്ടതിനു പിന്നാലെ പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ച K അണ്ണാമലൈ. തമിഴ്നാടിനെ കുറിച്ച് BJPക്കുള്ള കാഴ്ചപ്പാടിനോട് തനിക്ക് യോജിപ്പില്ലെന്ന് അണ്ണാമലൈ പറഞ്ഞു. താൻ പെരുമയുള്ള ഇന്ത്യക്കാരനാണ്, പാരമ്പര്യം കൊണ്ട് തമിഴനാണ്, തമിഴ്നാടിന്റെ അടയാളവുമായി ഒറ്റയ്ക്ക് മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഡൽഹി മാളവ്യ നഗറിലെ തീപിടുത്തത്തിൽ മരിച്ചവരിൽ 13 പേർ വിദേശ പൗരന്മാരെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. 4 പേർ നൈജീരിയൻ സ്വദേശികളാണ്. കിർഗിസ്ഥാനിൽ നിന്നുള്ള 3 പേർ മരിച്ചെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. മൊസാംബിക്, ലൈബീരിയ, ഉസ്ബെക്കിസ്ഥാൻ, ബംഗ്ലാദേശ്, കോങ്കോ, ഇറാഖ് എന്നിവിടങ്ങളിലെ ഓരോ പൗരന്മാരും അപകടത്തിൽ മരിച്ചു.
US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എന്നിവരുമായി നടത്തിയ കൂടിക്കാഴ്ചകൾക്ക് തൊട്ടു പിന്നാലെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഉത്തര കൊറിയൻ സന്ദർശനത്തിനൊരുങ്ങുന്നു. അടുത്ത തിങ്കളാഴ്ച ഉത്തര കൊറിയയിലെത്തുന്ന അദ്ദേഹം കിം ജോങ് ഉന്നുമായി നിർണായക ചർച്ചകൾ നടത്തും. ചൊവ്വാഴ്ച ഷീ ജിൻപിങ് ചൈനയിലേക്ക് മടങ്ങും. 2019 ശേഷം ഇതാദ്യമായാണ് ഷീ ജിൻപിങ് ഉത്തര കൊറിയ സന്ദർശിക്കുന്നത്. ജനേകം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനേകം വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.